സോ റെഡ് കാർപ്പറ്റിന്റെ ഒരു കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ താരദമ്പതികളുടെ കൂടെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡും അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തുടങ്ങാം അല്ലേ? സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. അപ്പോൾ റെഡ് കാർപ്പറ്റിലേക്ക് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ കളി ചിരി ബഹളങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോയി. നിങ്ങൾ രണ്ടുപേരുടെയും കൂടുതൽ വിശേഷങ്ങളും പാട്ടും ഡാൻസും ഒക്കെ കാണാനാണ് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഈ ഫാമിലിയെ കുറിച്ചിട്ട് പറയൂ. അതായത് സ്നേഹച്ചിയുടെ അമ്മയാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാള്. അപ്പോൾ അമ്മ, ചേച്ചി, അവരെ കുറിച്ചിട്ടൊക്കെ പറയൂ. അമ്മയും ചേച്ചിയും തന്നെയാണ് ഭയങ്കര വലിയ സപ്പോർട്ട്. അപ്പോൾ ഞാനും ചേച്ചിയും തമ്മിൽ 6 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് 2 അമ്മമാരാണ്. കാരണം എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് സ്കൂളിലൊക്കെ പോകണം. പക്ഷെ എങ്കിൽ പോലും അമ്മയുടെ ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഉത്തരവാദിത്തമാണ്. ടീച്ചർ, ഹെഡ് മിസ്സസ് എന്ന് പറയുന്നത് ഒരു സ്കൂള് മുഴുവൻ നോക്കണം. അതൊക്കെ കഴിഞ്ഞ് രാത്രി കുമ്പളത്തേക്കുള്ള ലാസ്റ്റ് ബസ് 9 മണിക്കാണ്. ഈ ലാസ്റ്റ് ബസ്സിലാണ് ഞാൻ ഓട്ടംതുള്ളൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ വീണ്ടും എത്തുന്നു. വീട്ടിലെ പണികൾ അങ്ങനെ വരില്ല. അപ്പൊ അമ്മ തന്നെയാണ് അത് ചെയ്യുക. എല്ലാ കാര്യങ്ങളും അമ്മ കൊണ്ടുവരുന്നു. പിന്നെ അച്ഛനാണെങ്കിലും അതിൽ ഭയങ്കര അഭിമാനിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതും എനിക്ക് തോന്നുന്നു ഒരു 7-ലൊക്കെ പഠിക്കുമ്പോഴാണ് ഓട്ടംതുള്ളൽ ഞാൻ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ആ സമയം മുതലേ എല്ലാ നോട്ടീസുകളിലും എൻ്റെ പേര് സ്നേഹ ശ്രീകുമാർ എന്ന് തന്നെയാണ്. അപ്പോൾ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി തന്നെയാണ്. അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ ഇവിടെ വരെ എത്താൻ പറ്റിയത്. ഇപ്പോഴും അതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവിനെ കൂടി കിട്ടിയിരിക്കുകയാണ്. അതും ശ്രീകുമാർ. അതെ, 2 ശ്രീകുമാർ. രണ്ട് അഭിമാനങ്ങൾ. സ്നേഹിച്ചിയുടെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ശ്രീകുമാർ നിങ്ങൾ രണ്ടുപേരുമാണ്. രണ്ടുപേരും അടിപൊളി. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. നമുക്ക് മെമ്മറീസ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് ജിത്തു സാറ് എങ്ങനെയാണ് സെലക്ട് ചെയ്ത്? ഓഡീഷനൊക്കെ ഉണ്ടായിരുന്നോ? അതെയോ? അത് ഓഡീഷനൊന്നും ഇല്ലായിരുന്നു. ഓഡീഷൻ ഉണ്ടെന്ന് വേണമെന്ന് പറയാം. അതായത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ വിളിക്കണേ. ഓക്കെ. അത് ജിത്തു സാറ് വിളിച്ചിട്ട് ഞാൻ ഷൂട്ട് നടക്കുന്ന ലൊക്കേഷൻ്റെ അടുത്ത് തന്നെ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ലൊക്കേഷൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു. എന്തിന്? ഇല്ല, ലൊക്കേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അപ്പോഴും മറിമായത്തിൻ്റെ ഷൂട്ടിലായിരുന്നു. അപ്പോൾ ലൊക്കേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ചെന്നപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു നമുക്ക് നാളെ ഒരു സംഭവം നോക്കണം. അപ്പോൾ അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റൊക്കെ തന്നു, ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തിന് ഷൂട്ട് ലൊക്കേഷൻ്റെ അവിടെ തന്നെ ഒരു കാട് പോലൊരു സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ സാറ് പറഞ്ഞു മതി, അത്രയും മതി, ഇത്രയും ചെയ്താൽ മതി, ഇതിൽ കൂടുതലും ചെയ്യണ്ട, ഇതിൽ കുറവും ചെയ്യണ്ട. അപ്പോൾ എനിക്ക് സമാധാനമായി, നമുക്ക് കാണാം. നെക്സ്റ്റ് ഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ആ മൂവി ചെയ്തതുകൊണ്ടാണ് സത്യത്തിൽ എനിക്ക് തെലുങ്ക് മൂവിയും ചെയ്യാൻ പറ്റിയതെന്ന് വേണേൽ പറയാം. അപ്പോൾ ഇനി നമുക്ക് അതായത് ഒരു ഗെയിമിലേക്ക് പോകാനുള്ള ഒരു സമയമായിരിക്കും. ഈ ഗെയിം എന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്ന പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു ഗെയിമാണ്. അതായത് അത് ഞാൻ പറഞ്ഞ ശരിയാവില്ല, അതിനൊരു പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ. പ്രോപ്പർട്ടി ഇല്ലാത്ത സംഭവം ഞാൻ പറയാം. വരും നമുക്ക് എഴുന്നേറ്റ് നിന്നിട്ട് വളരെ ഗംഭീരമായ ഗെയിമിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കുള്ള പ്രോപ്പർട്ടീസ് വരട്ടെ. അപ്പോൾ സ്നേഹച്ചിയും ശ്രീകുമാരേട്ടനും ഇവിടെ ഗെയിമിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ഗെയിം എന്താണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലായിരുന്നു. അതായത് ചപ്പാത്തി പരത്തണം. നല്ല വട്ടത്തിലുള്ള ചപ്പാത്തി ആര് പരത്തും എന്നുള്ളതാണ് നമ്മുടെ ഗെയിം. അപ്പം സ്നേഹിച്ചിയാണ് ആദ്യം കളിക്കുന്നത് വിചാരിക്കുക. സ്നേഹിച്ചി പരത്തുന്നത് ചിലപ്പോ നല്ല വട്ടത്തിലുള്ള ചപ്പാത്തി അല്ലെങ്കിൽ തോൽക്കും. ശ്രീകുമാരുടെ നല്ല വട്ടത്തിലുള്ള അടിപൊളി ചപ്പാത്തി വരുത്തിയ ജയിക്കും. അങ്ങനെയാണ് തീരുമാനം. റെഡിയാണോ? റെഡി. അപ്പൊ നമുക്ക് സ്നേഹിച്ച് തുടങ്ങാൻ പോവാണ്. ഇന്ത്യയുടെ മാപ്പാണോ അതെയോ ശ്രീലങ്കയുടെ മാപ്പാണോ എന്താണെന്ന് നമുക്ക് നോക്കാം. റെഡി? എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അല്ല, ശ്രീകുമാരേട്ടന് ചപ്പാത്തിയാണോ ഇഷ്ടം അത് ചോറാണോ ഇഷ്ടം? ചപ്പാത്തിയാണ് ഇഷ്ടം. ആ ചൂടുള്ള ഓർമ്മ കൊണ്ടിട്ട് നോ ഫുൾ ഈറ്റ്, നോ ഹംഗ്രി ഫോർ ഡിന്നർ. സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നീ അല്ലേ പറഞ്ഞ വട്ടത്തിലാക്കണോന്ന്? ആയില്ലല്ലോ, സമയം തന്നെ വട്ടത്തിലാക്കാൻ.
ഇത് ഒരു കറക്റ്റ് വട്ടാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചതുരം എവിടെയോ കേറി വരുന്നുണ്ട് ഇതിന്. നോക്കാം. അടുത്ത നമ്മള് ശ്രീകുമാരേട്ടൻ ഇത് കൈമാറാണ്. ശ്രീകുമാരേട്ടൻ ചപ്പാത്തി വിത്ത് മ്യൂസിക്. ചപ്പാത്തി വിത്ത് മ്യൂസിക്. മ്യൂസിക്. 5 മിനിറ്റിനകം എല്ലാം റെഡിയാവും. പ്ലേറ്റ്സ് ഒക്കെ കഴുകി ടേബിൾ സെറ്റ് ചെയ്തോളൂ. ഓ അടിപൊളി അടിപൊളി. സംഭവം എന്തൊക്കെയോ ആക്കുന്നുണ്ട് കേട്ടോ പുള്ളി. Look at you. I make chapati. You make vegetable curry. 50-50. എനിക്ക് സമയം കഴിഞ്ഞിരിക്കുകയാണ്. സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഏത് ഷേപ്പാണ് ചേട്ടാ? എന്തായാലും ശ്രീകുമാരേട്ടൻ വീട്ടില് ചപ്പാത്തി പരത്തി ശീലമില്ല. നല്ല ചപ്പാത്തി കഴിച്ച് ഭാര്യ ഉണ്ടാക്കുന്ന നല്ല ചപ്പാത്തി കഴിച്ച് ശീലമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ചപ്പാത്തി ഗെയിമിൽ തോറ്റിരിക്കുന്നത് ശ്രീകുമാരേട്ടനാണ്. ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് സ്നേഹ ശ്രീകുമാർ. അപ്പൊ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രേക്ഷകരും നമ്മളെല്ലാവരും കൂടി കുറച്ചുകൂടി ഹാപ്പി ആവാനായിട്ട് നമുക്കൊരു പെർഫോമൻസ് കണ്ടാലോ? അതിനുള്ളൊരു സമയമായിരിക്കാണ്. അപ്പം ഈ റെഡ് കാർപ്പറ്റ് ഷോയിൽ ഇന്ന് വരാൻ പോകുന്ന പെർഫോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസേഴ്സ് ആണ് അവര്. അപ്പൊ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ആരൊക്കെയാണ് എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവരെ ഇൻവൈറ്റ് ചെയ്തിട്ട് വിളിക്കാം. സോ ലെറ്റ്സ് വെൽക്കം പെന്റഗൺ. വിശേഷങ്ങൾ. നിങ്ങളെ ആ ഒരു കളർ കോംബോ കാണുമ്പോൾ തന്നെ ഭയങ്കര രസമായിട്ടുണ്ട്. എല്ലാവരും ഒരു സ്റ്റൈലിഷ് ഡാൻസ് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് റെഡി ആയിരിക്കണേന്ന് തോന്നുന്നു അല്ലേ? പേരുകൾ പറയൂ. പേര് പറയൂ. വിജില, ബിജില, ആയിഷ, ആയിഷ, കൃഷ്ണ, കൃഷ്ണ, ദേവിക, ദേവിക, സഹല. സഹല, അതൊരു വെറൈറ്റി പേരാണല്ലോ. എന്താണ് സഹലയുടെ മീനിങ്? സ്മൂത്ത്. സ്മൂത്ത്. ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് സഹല. ആണോ? ആണോ കുട്ടികളെ? ആണോ? ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആളാണോ? പേര് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ, അതായത് ഈ പ്രാക്ടീസും കാര്യമൊക്കെ വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നത് ആരാണ്? സഹലയാണ്. ആൻഡ് ഒരു വേൾഡ് വൈഡ് കോമ്പറ്റീഷൻ, ഇവർ ഓൺലൈൻ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്തിരുന്നു. അതിനെ കുറിച്ചിട്ട് പറയൂ. ആക്ച്വലി ആ പ്രോഗ്രാമിന്റെ ഓർഗനൈസർ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇൻവിറ്റേഷൻ പോലെ മെസ്സേജ് അയച്ചിരുന്നു. ഓക്കെ. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്താണ്. നിങ്ങളുടെ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് അവര് ഞങ്ങൾ യൂട്യൂബ് ചാനലുണ്ട്, അപ്പൊ അത് കണ്ടിട്ട് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തു. എത്ര രാജ്യങ്ങൾ ഉണ്ടായിരുന്നു കോമ്പറ്റീഷന്? 50 കൺട്രീസിന് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ. ആൻഡ് പിന്നെ വേറെ എന്തൊക്കെയാണ്, വേറെ ഹോബീസ് എന്തൊക്കെയാണ് ഡാൻസ് അല്ലാതെ? പാട്ട് പാടും. പാട്ട് പാടും. പാട്ട് പാടും. പാട്ട് പാടും. നമുക്ക് ഇവരുടെ കൂടെ വന്നിരിക്കുന്ന പേരൻസ് ആണ് വന്നിരിക്കുന്നത്. അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേര് പറയൂ. അച്ഛൻ ആദ്യം തന്നെ തുടങ്ങാം. സുധീർ നീലാംബരൻ. നീലാംബരൻ. ആരുടെ അച്ഛനാണ്? ബിജില. ഓക്കെ, ബിജിലയുടെ അച്ഛനാണ്. അപ്പൊ പറയൂ, ബിജില പാട്ട് പാടും, ഡാൻസ് ചെയ്യും, പാട്ട് പാടും, ഡാൻസ് ചെയ്യും, ഡ്രോയിങ് വരയ്ക്കും. അടിപൊളി അടിപൊളി, ഗ്രേറ്റ്. ഇനി ഇത് ആരുടെ അമ്മയാണ്? ബിജിലയുടെ അമ്മ തന്നെയാണ്. ബിജിലയുടെ അമ്മ തന്നെയാണ് വീണ്ടും. അപ്പൊ അമ്മ പറയൂ, അമ്മയ്ക്ക് ഏതാണ്, ക്ലാസിക്കൽ ആണോ അതെയോ വെസ്റ്റേൺ ആണോ ഇഷ്ടം? ക്ലാസിക്കലായിരുന്നു ഇഷ്ടം. ഇഷ്ടം. LKG പോകുന്നതിന് മുമ്പ് തന്നെ പാട്ടും ഡാൻസും പഠിക്കാൻ പോയതാണ്. അത് ശരി. അതിൽ രണ്ടിലും അരങ്ങേറ്റം കഴിഞ്ഞാണ്. ഇപ്പൊ കൊറോണ സമയത്താണ് അയാൾക്ക് ഇത് പഠിക്കണമെന്ന് പറഞ്ഞ് കളിച്ചു. പിന്നെ കൂട്ടുകാരെ കൂട്ടി കളിക്കാൻ തുടങ്ങി. അടിപൊളി. ഇനി ഇത് ആരുടെ അമ്മയാണ്? ഞാൻ കൃഷ്ണയുടെ അമ്മയാണ്. കൃഷ്ണ. യെസ്, കൃഷ്ണയുടെ അമ്മയാണ്. അപ്പൊ പറയൂ. എന്റെ പേര് മലര്. മലരെ. മലരെ. മലർ മിസ്. മലർ മിസ്. ആ പാട്ടറിയില്ല, അല്ലെങ്കിൽ പാടായിരുന്നു. മലർ മിസ്. ഞാൻ മലരെ എന്നുള്ള പേരിലുള്ള നേരിട്ട് ഒരാളെ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. ചേച്ചി എന്ത് ചെയ്യണോ അത് പറയൂ. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ബാങ്കിലാണ്. അപ്പൊ മലർ മിസ് അല്ല, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന മലറാണ്. ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോ എന്തായിരുന്നു എഫക്ട്, മലർ മിസ്സിന്റെ എഫക്ട്? എന്റെ പേര് ആദ്യമേ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു. എന്റെ ചേച്ചിയുടെ പേര് തളിരെന്നാണ്. തളിര്. തളിര് ആൻഡ് മലര്. ഓക്കെ. എന്റെ എല്ലാവർക്കും അതിശയായിരുന്നു. പിന്നെ സിനിമയും കൂടി ഹിറ്റ് ആയപ്പോ പിന്നെ എല്ലാവരും അത് പറഞ്ഞു പാട്ട് പാടും, കാണുമ്പോ പാട്ട് പാടും. അടിപൊളി അടിപൊളി. ഇത് കൃഷ്ണനന്ദയുടെ അച്ഛനാണ്. അച്ഛൻ തരാ. ഓക്കെ. അപ്പൊ താങ്കളുടെ പേര്? ജ്യോതികുമാർ. ജ്യോതികുമാർ. എന്ത് ചെയ്യണു? ഞാൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഫോട്ടോഗ്രാഫറാണ്. ഓ, അത് ശരി. അടിപൊളി. എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചതിൽ. ഇത് ആരുടെ ചേട്ടനാണ്? ബിജിലയുടെ. ഓക്കെ. ബിജിലയുടെ ചേട്ടൻ എന്താണ്, ഡാൻസ് ഉണ്ടോ, പാട്ടുണ്ടോ, വേറെ
ഇവർക്ക് ക്യാമറ എടുക്കുന്നത് ഇവരുടെ പ്രോഗ്രാംസ് ഒക്കെ ക്യാമറയിൽ പകർത്തുന്ന ക്യാമറ മേനോനാണ് അത് വലിയ കാര്യമാണ്. അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു ക്യാമറമാൻ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. സോ എല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് ഇവരുടെ പെർഫോമൻസ് കണ്ടു കളയാം അല്ലേ? റെഡി അല്ലേ നിങ്ങൾ? റെഡി? ഓക്കെ, റെഡി. താങ്ക് യു.